ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആണ്. 10th ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ യൂണിറ്റ് 2 പാത്സ് ടു പ്രോഗ്രസ്, തേർഡ് ചാപ്റ്റർ ദ സീഡ്ലിംഗ്, അതാണ് നമ്മൾ നോക്കുന്നത്. പോയട്രി ആണ് ദ സീഡ്ലിംഗ് എന്നുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്രിസിയേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ദ സീഡ്ലിംഗ് എന്ന പോയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നമുക്ക് നോക്കിയാലോ ദ സീഡ്ലിംഗ് പോയം. അപ്പോൾ പോയട്രി എന്താണ്, പോയട്രിയുടെ ഈ ഒരു പോയട്രിയുടെ അപ്രിസിയേഷൻ മീനിങ്ങും ഒക്കെ നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യം ലെറ്റ്സ് അപ്രീഷിയേറ്റിലെ ആക്ടിവിറ്റി 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പോയം റിലേറ്റ് ടു ദ ചലഞ്ചസ് ഓഫ് ലൈഫ്? എങ്ങനെയാണ് ഈ പോയട്രി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ചലഞ്ചസിനോട് റിലേറ്റ് ചെയ്യുന്നത്? ആൻസർ: The poem The Seedling by Paul Laurence Dunbar beautifully relates to the challenge of life. The poet uses the image of a young plant facing adversity to symbolize the struggles and resilience of human life, highlighting the importance of perseverance and the potential for growth despite hardships. Life is not a bed of roses. Tribulations and traumas trouble and torment us, but perseverance and hard work help us to overcome them. A plant faces so many possible dangers: lack of sunlight, moisture and manure, and the danger from insects, birds and animals. But with optimism it grows. Next, what does the poem tell us about the importance of self-motivation to achieve success? Answer: there is a famous proverb in English which says, you can take a horse to water, but you can't make it drink. You can force a child to sit in the classroom, but he will study only if he wills it. You can force someone to enter a place of worship, but he will pray sincerely only when he is self-motivated. So to achieve success, we ought to be self-motivated. Nobody will impose success on us. All the successful people in the world are self-motivated, and that is why they reached the heights they wanted to reach. The seedling is able to grow and produce blooms because it was self-motivated, and then nature helped it by giving it sunshine and rain. Next, identify the poetic devices in the poem and complete the table given below ആണ്. ഇമേജറി, അലിട്രേഷൻ, റൈം സ്കീമും തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ഫ്രം ദ പോയം, എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇമേജറിയിൽ വരുന്നത് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. എക്സാമ്പിൾസ് ആദ്യം പറയാം. എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. അപ്പോൾ വിവിഡ് ഇമേജ് ഓഫ് സീഡ്ലിംഗ് ആണത്. അടുത്തത് ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. ദ ലീഫ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോയിൽ ആണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ദെൻ 2 other leaflets heard it and they quickly followed them. More leaves sprouting, plants growing ആണ് അതിൻ്റെ അർത്ഥം. The sunshine poured upon it, rains helped the plant to grow ആണ്. The clouds gave a shower. The little plant kept growing till it found itself a flower. The plant is in bloom, it is successful. Okay. Next, alliteration ആണെങ്കിൽ little leaflet, leaflet liked, haste and hurry, seeding sweat, found itself a flower, fair unfading flowers. They all increase the musical quality of the poem ആണ്. നെക്സ്റ്റ് റൈമിംഗ് സ്കീം എ ബി ആണ്, അല്ലെങ്കിൽ അല്ല, രണ്ടെണ്ണം ഉണ്ട്, എ ബി സി ബി. ഇത് ആഡ്സ് ലിറിക്കൽ ക്വാളിറ്റി ടു ദ പോയം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്: ഇമേജറി, അലിട്രേഷൻ, റൈമിംഗ് സ്കീം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Now write an appreciation of the poem The Seedling, focusing on its theme and tone and analyzing the use of poetic devices. The following format may help you. സോ അപ്രിസിയേഷനാണ്. നമ്മൾ പോയത്തിൻ്റെ അപ്രിസിയേഷൻ ഓൾറെഡി പാർട്ട് 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിലൊന്നുകൂടി നമ്മൾ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി അല്ലേ. സോ നമ്മളിതിൽ ഇവർ തന്നിരിക്കുന്ന പോലെ തന്നെയാണ് എഴുതേണ്ടത്. ആദ്യം ടൈറ്റിൽ കൊടുക്കുക, നെയിം ഓഫ് ദ പോയം, ഒരു ടൈറ്റിൽ ഓഫ് യുവർ ചോയ്സ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഓതറിനെ കുറിച്ചും പോയത്തിൻ്റെ തീമിനെ കുറിച്ചും,
തീം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ തീം, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. എക്സ്പ്ലെയിൻ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം വിത്ത് എക്സാമ്പിൾസ് മെൻഷൻ ഇൻ ദ മീറ്റർ, റൈം ആൻഡ് ടോൺ. കൺക്ലൂഷൻ, കോണ്ടംപററി റെലവൻസ് ഓഫ് ദ പോയം, ദ ലൈൻസ് യു ലൈക്ക് ദ മോസ്റ്റ്, യുവർ റീസൺസ് എല്ലാം എഴുതിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാ അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൊടുക്കണം. അപ്പോൾ അപ്രിസിയേഷൻ നോക്കിക്കോളൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണിത്. അപ്പം നോക്കിയോ നിങ്ങൾ, നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ, പോയറ്റ് ഹാസ് മെനി അലിട്രേഷൻസ്. നമ്മൾ ഇത് വായിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതേ അപ്രിസിയേഷൻ തന്നെയാണ് ഞാൻ അപ്രിസിയേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് വായിക്കാത്തത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, ദ യൂണിറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ദ റെഡിനെസ് ടു ടേൺ ചലഞ്ചസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ് ടു സോൾവ് സോഷ്യൽ പ്രോബ്ലംസ്. In the light of your reading of passages and the poem, write a paragraph on the importance of self-motivation for success in life. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവണം അല്ലേ, ജീവിതത്തിൽ വിജയങ്ങൾ കിട്ടണമെങ്കിൽ, നേടണമെങ്കിൽ. അതിനെക്കുറിച്ച് സെൽഫ് മോട്ടിവേഷനെ കുറിച്ചാണ് എഴുതേണ്ടത്. സോ അതിൻ്റെ പാരഗ്രാഫ് ഇതാണ്. സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ ഫൗണ്ടേഷണൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഓൾ മീനിങ് ഫുൾ സക്സസ് ആൻഡ് പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ഇൻ ലൈഫ്. External encouragement and rewards
Rewards can only provide temporary momentum, but true endurance comes from an inner desire to achieve. When individuals are self-motivated, they develop a resilient mindset that views challenges as opportunities for growth rather than insurmountable obstacles. This internal spark is what pushes people to work diligently when no one is watching and to persevere through repeated failures. History shows that extraordinary innovators, leaders, and thinkers accomplished great things because they were compelled by their own vision, not by external force. Ultimately, success cannot be imposed or given by others. It must be cultivated from within through an unwavering commitment to one's goal and values. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്പീഡിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.